പുലർച്ചെ 3 മണിക്ക് അവൾ ഞെട്ടിയുണർന്നു. ഹൃദയം പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. നിലാവെളിച്ചത്തിൽ ആ നാണയം തിളങ്ങി. അതിന് ജീവനുള്ളതുപോലെ അവൾക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ ആ നാണയം തിരികെ നൽകാൻ ലിയ തീരുമാനിച്ചു. അവൾക്ക് അന്ധവിശ്വാസങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇതിനൊരു ഉത്തരം അവൾക്ക് വേണമായിരുന്നു. എന്നാൽ ആഷ്മീർ റവന്യൂവിൽ എത്തിയപ്പോൾ ആ മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. അവന്റെ ഒരു പൊടി പോലുമില്ല. നടപ്പാതയിൽ അവ്യക്തമായ ഒരു വെളുത്ത പാട് മാത്രം. അത് പോലീസ് വരച്ചതായിരുന്നില്ല. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെന്നും നഗരം അത് മായ്ക്കാൻ മറന്നെന്നും തോന്നിപ്പിക്കുന്ന കാലപ്പഴക്കം വന്ന പാട്. ആശയക്കുഴപ്പത്തിലായ ലിയ എതിർവശത്തുള്ള കഫേയിൽ കയറി. ക്ഷീണിച്ച കണ്ണുകളുള്ള ടാറ്റു ചെയ്ത ഒരു യുവാവായിരുന്നു അവിടെയുണ്ടായിരുന്നത്. അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു, ആരെയെങ്കിലും അന്വേഷിക്കുകയാണോ? അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ലിയ സാവധാനം പറഞ്ഞു. ഒരു തകരപാത്രവുമായി അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. അവൻ നെറ്റി ചുളിച്ചു. അവിടെ മാസങ്ങളായി ആരും ഇരിക്കാറില്ല. കഴിഞ്ഞ ശൈത്യകാലം മുതൽ ആ സ്ഥലം ഒഴിഞ്ഞുകിടക്കുകയാണ്. അവൾ കണ്ണുകൾ ചിമ്മി. ഇന്നലെ രാത്രി ഞാൻ അയാളെ കണ്ടതാണ്. അവൻ നിഷേധഭാവത്തിൽ ചുമലനക്കി. നിങ്ങൾക്ക് ആള് തെറ്റിയതാകും. പക്ഷേ ലിയയ്ക്ക് തെറ്റിയിരുന്നില്ല. ആ മുഖം, ആ ശബ്ദം അവൾക്ക് ഇപ്പോഴും കേൾക്കാമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവൾ ആ നാണയം വീണ്ടും എടുത്തു. അതിലെ കൊത്തുപണികൾ ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞതുപോലെ തോന്നി. സൂര്യരശ്മികൾക്ക് ചുറ്റും ചില അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നു. വായിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഒരു വരി വ്യക്തമായിരുന്നു: കടം വീട്ടിയേ തീരൂ. അടുത്ത ദിവസങ്ങളിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവളുടെ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തനിയെ തുറന്നു. പാതിരാത്രിയിൽ റേഡിയോ തനിയെ ഓണായി. അവ്യക്തമായ വാക്കുകൾ പോലെ തോന്നിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേൾപ്പിച്ചു. പിന്നീട് സ്വപ്നങ്ങൾ കൂടുതൽ വ്യക്തമായി. അതേ തെരുവ്, പക്ഷേ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. അതേ നാണയം, പക്ഷേ തുരുമ്പെടുത്ത് ചുവന്നിരിക്കുന്നു. പിന്നെ ഒരു രൂപം. ആ മനുഷ്യൻ അരയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് കയ്യിൽ എന്തോ പിടിച്ചു നിൽക്കുന്നു. ഓരോ തവണ ഉണരുമ്പോഴും കൊടും തണുപ്പത്ത് നിന്നതുപോലെ അവളുടെ ശ്വാസം കനത്തു. ഇതൊക്കെ ക്ഷീണം കൊണ്ടാണെന്നും പിരിമുറുക്കം കൊണ്ടാണെന്നും അവൾ സ്വയം പറഞ്ഞു. പക്ഷേ ആ നാണയത്തിനുള്ളിൽ, അല്ലെങ്കിൽ അവൾക്കുള്ളിൽ തന്നെ എന്തോ ഒന്ന് ഉണർന്നിട്ടുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. 7-ാം ദിവസം കൗതുകം ഒരു ഭ്രമമായി മാറി. അവൾ ആ ചിഹ്നത്തെക്കുറിച്ച് ഓൺലൈനിൽ തിരയാൻ തുടങ്ങി. പഴയ ആർക്കൈവുകളിലും ഫോറങ്ങളിലും എല്ലാം അവൾ പരതി. ഒടുവിൽ അവൾ അത് കണ്ടെത്തി. അതൊരു നാണയമല്ലായിരുന്നു, അതൊരു അടയാളം മാത്രമായിരുന്നു.